ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 45-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്തസ്ഥോ നിര്യോഗക്ഷേമ ആത്മാവാൻ. നമസ്തേ. 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 45-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: അല്ലയോ അർജുന, കർമ്മകാണ്ഡ വേദഭാഗങ്ങൾ സത്വം, രജസ്, തമസ് എന്ന 3 മായാഗുണങ്ങൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്നവയാണ്. നീ ത്രിഗുണാതീതനും രണ്ടെന്ന ചിന്തയില്ലാത്തവനും സദാ ഏകനുമായ സത്യത്തെ തന്നെ അനുഭവിക്കുന്നവനും ലോകത്തു കാണുന്ന യാതൊന്നും തൻ്റേതായിരിക്കണമെന്ന് കൊതിക്കുന്നവനും എപ്പോഴും ആത്മസന്തോഷം അനുഭവിക്കുന്നവനുമായി ഭവിക്കുക. പരമാത്മസത്തയിൽ മായ ഉണ്ടാക്കി കാണിക്കുന്ന വെറും കാഴ്ചകൾ മാത്രമാണ് ജഡലോകങ്ങൾ. സത്യദർശനം, സ്ഥിരശാന്തി എന്നിവ കൊതിക്കുന്നയാൾ മായാ ഗുണങ്ങൾക്ക് അപ്പുറമുള്ള ശാശ്വത വസ്തുവിനെയാണ് തിരയേണ്ടത്. സ്വധർമ്മം അനുഷ്ഠിക്കവേ തന്നെ ത്രിഗുണാതീത സ്ഥിതി ജീവിത ലക്ഷ്യമായി മുന്നിൽ കാണണം. തുടർന്ന് വസ്തുവിചാരം ചെയ്ത് രണ്ടെന്ന ഭാവം പുറംതള്ളണം. രണ്ടെന്ന ഭാവം പുറം തള്ളിയ ശേഷം എപ്പോഴും സർവത്ര ഏകമായ സത്യത്തെ തന്നെ അനുഭവിക്കാൻ യത്നിക്കണം. ഇതാണ് നിത്യസത്യസ്ഥിതി. കൂടാതെ ലോകത്തുള്ള യാതൊന്നും തൻ്റേതാണെന്നോ അതല്ല തൻ്റേതാക്കി വയ്ക്കാനോ, ലോകത്തുള്ള യാതൊന്നും തൻ്റേതാണെന്നോ അതല്ല തൻ്റേതാക്കി വയ്ക്കാനോ ആഗ്രഹം തോന്നാതിരിക്കലാണ് നിര്യോഗക്ഷേമത്വം. കർമ്മം കൊണ്ട് കിട്ടാവുന്ന സുഖങ്ങളെല്ലാം വെടിഞ്ഞ് പരമ ലക്ഷ്യമായി ആത്മസുഖം നേടണമെന്നും പറയുന്നു. കാരണം കർമ്മം കൊണ്ട് നേടുന്ന സുഖം പൊട്ടക്കുളം പോലെയും ആത്മസുഖം കൊണ്ട് നേടുന്ന സുഖം സർവത്ര നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ജലാശയം പോലെ വ്യത്യാസപ്പെട്ടതാണ്. അടുത്ത ശ്ലോകത്തിൽ അത് ഭഗവാൻ വ്യക്തമാക്കുന്നു. നമസ്തേ. 46-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.